പ്രിയരെ, ഇന്ന് ചിന്തയുടെ തേരിലേറി നമുക്കൊരു യാത്ര പോകാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന് അടിത്തറയിട്ട ഒരു ഐതിഹാസിക നേതാവ് ചെങ്കിസ് ഖാൻ, അദ്ദേഹം മരിച്ചപ്പോൾ എന്തു സംഭവിച്ചുവെന്ന്? 1227 ചെങ്കിസ് ഖാൻ അന്തരിച്ചു. ചിതറിത്തെറിച്ച് കിടന്നിരുന്ന അനേകം മംഗോളിയൻ ഗോത്രങ്ങളെ ഒരൊറ്റ കുടക്കീഴിലാക്കിയ ഒരു മഹാരഥൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്തേക്ക് നടന്നെടുക്കുമ്പോൾ ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ച് അത് ശ്രദ്ധിക്കുകയായിരുന്നു. ശാന്തസമുദ്രത്തിൻ്റെ തിരമാലകൾ മുതൽ കാസ്പിയൻ സമുദ്രത്തിൻ്റെ ആഴങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ആ മഹാസാമ്രാജ്യം അദ്ദേഹത്തിൻ്റെ സൈനിക ബുദ്ധിയുടെയും രാഷ്ട്ര തന്ത്രജ്ഞതയുടെയും ഒക്കെ ജ്വലിക്കുന്ന സാക്ഷ്യമായിരുന്നു. എന്നാൽ ആകാശത്തിന് കീഴിലുള്ള സകലരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യം തീക്കനലെന്ന പോലെ നീറി നിന്നു: ഈ രാജ്യം ഇനി നിലനിൽക്കുമോ? പക്ഷേ ചെങ്കിസ് ഖാന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. മംഗോളിയൻ ആധിപത്യത്തിന് കീഴിൽ ലോകം ഒന്നാകണം എന്ന ദീർഘദർശനം. എങ്കിലും ആ സ്വപ്നത്തിൻ്റെ നിലനിൽപ്പ് ഒരു വിധിരേഖ പോലെ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെ കരങ്ങളിലായിരുന്നു. മരണത്തിന് മുമ്പ് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭാവി സുഗമമായ ഒരു അധികാര കൈമാറ്റത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ചെങ്കിസ് ഖാൻ എന്ന രാഷ്ട്രതന്ത്രജ്ഞന് നന്നായി അറിയാമായിരുന്നു. അനേകം ഭാര്യമാരും വെപ്പാട്ടികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യയായിരുന്ന ബോർത്തയിൽ ജനിച്ച 4 ആൺമക്കളുണ്ടായിരുന്നു: ജോച്ചി, ചഗടായി, ഒഗഡായി, തൊലോയി. ഈ 4 മക്കൾക്കായി തൻ്റെ വിശാലമായ സാമ്രാജ്യം വിഭജിച്ചു കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഓരോരുത്തരും തങ്ങളുടെ വഴിക്ക് ശക്തരായ യോദ്ധാക്കളും നേതാക്കളുമായിരുന്നു. പക്ഷേ അവർക്ക് തികച്ചും വ്യത്യസ്തമായ സ്വഭാവങ്ങളായിരുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള മത്സരം തൻ്റെ രാഷ്ട്രത്തെ തകർക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രധാന സമ്പ്രദായം ആസൂത്രണം ചെയ്തു. തൻ്റെ സാമ്രാജ്യം ഒരൊറ്റ മകന് മാത്രം വിട്ടുകൊടുക്കുകയല്ലാതെ ആ മഹാസാമ്രാജ്യം 4 പേർക്ക് ഉള്ളിൽ തുല്യമായി വീതിച്ചു കൊടുത്തു. ഇതിനെ ഉലൂസ് എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഖാനേറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. അങ്ങനെയുള്ള ഭരണപ്രദേശങ്ങൾ സൃഷ്ടിച്ചു. തൻ്റെ ഈ സമ്പ്രദായം മികച്ച ഒരു ആശ്രയമായിരിക്കും എന്ന് അദ്ദേഹം കണക്കുകൂട്ടി. മറ്റ് രാജാക്കന്മാർ ചെയ്തിരുന്ന പോലെ ഏതെങ്കിലും ഒരു മകന് മാത്രം ഈ സാമ്രാജ്യം കൊടുക്കുകയായിരുന്നില്ല. തൻ്റെ ആദ്യ പ്രിയപ്പെട്ട ഭാര്യയായിരുന്ന ബോർത്തയിലുണ്ടായ 4 മക്കൾക്ക് തുല്യമായി തൻ്റെ മഹാസാമ്രാജ്യം വിഭജിച്ചു കൊടുക്കുകയായിരുന്നു ചെങ്കിസ് ഖാൻ. തൻ്റെ ഭാര്യയായിരുന്ന ബോർത്തയിലെ ആദ്യത്തെ മകനാണ് ജോച്ചി ഇന്നും കസാക്കിസ്ഥാൻ, തെക്കൻ റഷ്യ എന്നീ പ്രദേശങ്ങളിൽ വളരെ ബഹുമാനത്തോടെ ആദരിക്കപ്പെടുന്ന ഒരു നേതാവാണ്. ജോച്ചി യഥാർത്ഥത്തിൽ ചെങ്കിസ് ഖാൻ്റെ മകനാണോ എന്നതിൽ തർക്കമുണ്ട്. കാരണം ബോർത്തയെ അന്ന് ചെങ്കിസ് ഖാൻ രാജാവായി വരുന്നതിന് മുമ്പ് മെർക്കുട്ട് ഗോത്രം എന്ന ഗോത്രവിഭാഗം തട്ടിക്കൊണ്ടുപോയിരുന്നു. ഭാര്യമാരെ തട്ടിക്കൊണ്ടുപോവുക അത് ഒരു പൊതു ശൈലിയായിരുന്നു, ഒരു രീതിയായിരുന്നു. പിന്നീട് മെർക്കുട്ട് ഗോത്രങ്ങളെ തകർത്ത് ബോർത്തയെ ചെങ്കിസ് ഖാൻ വീണ്ടെടുക്കുമ്പോൾ ബോർത്തയ്ക്ക് ഈ ഒരു മകനുണ്ടായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ജോച്ചി ചെങ്കിസ് ഖാൻ്റെ മകനാണോ എന്നതിൽ തർക്കം ഇപ്പോഴുമുണ്ട്. അദ്ദേഹം പക്ഷേ വളരെ പ്രതിഭാധനായ ഒരു സൈനിക നേതാവ് ആയിരുന്നു. അതുകൊണ്ട് ജോച്ചിക്ക് ഗോൾഡൻ ഹോഡ് എന്ന പടിഞ്ഞാറൻ പ്രദേശങ്ങൾ വിഭജിച്ചു കൊടുക്കുവാൻ, ഇന്നത്തെ റഷ്യ, യൂറോപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ വിഭജിച്ചു കൊടുക്കുവാൻ ചെങ്കിസ് ഖാൻ തീരുമാനിച്ചു. മക്കളിൽ രണ്ടാമനായ ചഗടായി ഖാന് മംഗോളിയൻ ഹൃദയഭൂമിയും സെൻട്രൽ ഏഷ്യയുടെ മഹാഭൂരിപക്ഷം സ്ഥലങ്ങളും തിരിച്ചു കൊടുത്ത് ചഗടായി ഖാനേറ്റ് എന്ന രാജ്യം രൂപീകരിക്കപ്പെട്ടു. ഈ മഹാസാമ്രാജ്യം തൻ്റെ മക്കൾക്കൊക്കെ വിഭജിച്ചു കൊടുത്തു എങ്കിലും മഹാനായ നേതാവായി, ദ ഗ്രേറ്റ് ഖാനായി ചെങ്കിസ് ഖാൻ കണ്ടത് ആരെയാണ്? അദ്ദേഹത്തിൻ്റെ 3ാമത്തെ പുത്രനായ ഒഗഡായി ഖാനാണ് ആ ബഹുമതി നൽകിയത്. കുടുംബത്തെയും സാമ്രാജ്യത്തെയും സൈന്യത്തെയും ഒരുമിച്ച് നിർത്താൻ കഴിവുള്ള ഉദാരമതിയും ആകർഷകനുമായ ഒരു നേതാവായി ചെങ്കിസ് ഖാൻ തൻ്റെ 3ാമത്തെ മകനെ കണ്ടിരുന്നു. അദ്ദേഹം മഹാനായ ഖാൻ എന്ന പേരിൽ ചെങ്കിസ് ഖാൻ്റെ തലസ്ഥാനമായ കാരക്കോറം തലസ്ഥാനമാക്കി വാണു. സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വികാസത്തിന് അദ്ദേഹം കാരണമായി. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മംഗോൾ സൈന്യം യൂറോപ്പിലേക്കും മധ്യേഷ്യയിലേക്കും ചൈനയുടെ മറ്റ് ഭാഗങ്ങളിലേക്കും മുന്നേറി. സാമ്രാജ്യം പണ്ടത്തേക്കാൾ ഏറെ ശക്തമായി തോന്നിച്ചു. യാം എന്ന തപാൽ സംവിധാനം തഴച്ചു വളർന്നത് അന്നത്തെ കാലത്താണ്.
പട്ടുപാതയിലെ കച്ചവടം ഏറ്റവും സുരക്ഷിതമായി തോന്നിയതും ഒഗഡായി ഖാന്റെ കാലഘട്ടത്തിലാണ്. പിതാവിൻ്റെ സ്വപ്നം ഒഗഡായി സഫലമാക്കുന്ന പോലെ തോന്നി. പക്ഷേ ഈ ഐക്യത്തിൻ്റെ പുറമോടിക്ക് താഴെയും ഭിന്നിപ്പിൻ്റെ വിത്തുകൾ പതിയെ മുളച്ചു തുടങ്ങിയിരുന്നു. ഒഗഡായി ഖാന്റെ മരണത്തിന് ശേഷം ചെങ്കിസ് ഖാന്റെ ഏറ്റവും അവസാനത്തെ മകനായിരുന്ന തുലോയിയുടെ മക്കൾ ഈ സാമ്രാജ്യം കീഴടക്കുകയും പിന്നീട് യുവാൻ രാജവംശം എന്ന ചൈനയെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള വലിയ രാജവംശം ഉയർന്നു വരികയും ചെയ്തു. ഇനി ചെങ്കിസ് ഖാന്റെ അവസാനത്തെ മകനായിരുന്ന തുലോയി ഖാന്റെ കഥയാണ്. 1241 ഒഗഡായി ഖാന്റെ മരണത്തിന് ശേഷം അധികാരത്തിനായുള്ള പോരാട്ടം ആരംഭിച്ചു. ഏറ്റവും ഇളയ മകനായിരുന്ന തുലോയിയുടെ മക്കൾ മോങ്കയും കുബ്ലായ് ഖാനും ആ പുത്രരിലൂടെ ഇനി ആർക്ക് മഹാനായ ഖാൻ, ദ ഗ്രേറ്റ് ഖാൻ എന്ന പദവി വേണം എന്ന കാര്യത്തിൽ തർക്കവും സംഘർഷവും തുടങ്ങി. ഈ നീക്കം വളരെ ആഴമേറിയ സംഘർഷത്തിലേക്ക് വഴിവെച്ചു. പ്രത്യേകിച്ച് ഒഗഡായി ഖാന്റെയും ചഗഡായി ഖാന്റെയും വംശങ്ങളിലുണ്ടായിരുന്നത്. ഒരു പുതിയ ഗ്രേറ്റ് ഖാനെ തിരഞ്ഞെടുക്കുന്നത് ഒരിക്കൽ ഒരു ഐക്യത്തിൻ്റെ ഉത്സവമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് രൂക്ഷമായ സംഘർഷത്തിൻ്റെയും രാഷ്ട്രീയ നീക്കങ്ങളുടെയും ഉറവിടമായി മാറി. ഒഗഡായി ഖാന്റെ മരണത്തിന് ശേഷം തുലോയി ഖാന്റെ മക്കളായ മോങ്കയും കുബ്ലായ് ഖാനും ഒഗഡായി ഖാന്റെ രാജ്യം കീഴടക്കുകയും അത് യുവാൻ ഡൈനാസ്റ്റി എന്ന പേരിൽ ഇന്നത്തെ ബീജിംഗ് തലസ്ഥാനമാക്കി പുതിയൊരു രാജവംശം ഉയർന്നു വരികയും ചെയ്തു. അത് ഏഷ്യയുടെ ഗതി തന്നെ പിന്നെ കാലങ്ങളോളം മാറ്റുകയും ചെയ്തു. ആദ്യകാലത്ത് ഈ സഹോദരന്മാരും അവരുടെ പിൻഗാമികളും തമ്മിലുണ്ടായിരുന്ന ഐക്യം പതിയെ ഇല്ലാതാവാൻ തുടങ്ങി. സഹോദരന്മാർ തമ്മിൽ ഐക്യമുണ്ടായിരുന്നു. പക്ഷെ അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വന്നപ്പോഴേക്കും ഈ ഐക്യം പതിയെ ഇല്ലാതാവാൻ തുടങ്ങി. സഹോദരന്മാരും അവരുടെ പിൻഗാമികളും തങ്ങളുടെ പ്രദേശങ്ങളെ കൂടുതൽ സ്വതന്ത്രമായി ഭരിക്കാൻ തുടങ്ങി. ആദ്യകാലത്ത് ഇതിന് ഒരു ഏകീകൃത സ്വഭാവമുണ്ടായിരുന്നു. ദ ഗ്രേറ്റ് ഖാൻ എന്നറിയപ്പെടുന്ന ഒഗദായിയുടെ കീഴിൽ ആയിരുന്നു ഇവരെല്ലാം ഭരിച്ചിരുന്നത്. പക്ഷേ വേറെ പ്രദേശങ്ങളായപ്പോഴത്തേക്കും അവർക്ക് അവരുടേതായ ആചാരങ്ങൾ, അവരുടേതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, അവരുടേതായ സ്വപ്നങ്ങൾ എന്നിവ പതിയെ വികസിപ്പിച്ചു വന്നു. ഇതൊന്നും ദ ഗ്രേറ്റ് ഖാനെ അറിയിക്കാതായി. അങ്ങനെ ഖാനേറ്റുകൾ തമ്മിലുള്ള ആദ്യകാല സഹകരണം പതിയെ ശിഥിലമാകാൻ തുടങ്ങി. പെട്ടെന്ന് 1241 ഒഗഡായി ദ ഗ്രേറ്റ് ഖാൻ, ചെങ്കിസ് ഖാന് ശേഷമുള്ള ഗ്രേറ്റ് ഖാൻ മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരു അധികാര തർക്കം പെട്ടെന്ന് പുറപ്പെട്ടു. ആരാണ് അടുത്ത ഗ്രേറ്റ് ഖാൻ ആവുക? ഏറ്റവും ഇളയ മകനായിരുന്ന ചെങ്കിസ് ഖാൻ്റെ ഏറ്റവും ഇളയ മകനായിരുന്ന ടൊലൂയിയുടെ പിൻതലമുറക്കാർ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മക്കളായ മോങ്കെ, കുബ്ലായ് ഖാൻ എന്നിവരിലൂടെ ഒടുവിൽ ദ ഗ്രേറ്റ് ഖാൻ എന്ന പദവി അവർ കായികമായി പിടിച്ചെടുത്തു. ഈ നീക്കം പ്രത്യേകിച്ച് ഒഗദായി, ചഗദായി എന്നിവരുടെ മക്കളിലും കൊച്ചുമക്കളിലും അഗാധമായ നീരസത്തിനും കടുത്ത എതിർപ്പിനും കാരണമായി. ഒരു പുതിയ ഗ്രേറ്റ് ഖാനെ തിരഞ്ഞെടുക്കുന്നത് ഒരു കാലത്ത് ഒരുമിച്ച് കൂടിയിരുന്ന് ഒരു ഏകീകരണ സ്വഭാവം ഉണ്ടായിരുന്ന സംഭവമായിരുന്നു. കുടുംബം കൂടിയിരുന്ന് ആലോചിച്ച് കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആൾ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ പിതാവ് അംഗീകരിച്ച ആൾ ആയിരുന്നു ഗ്രേറ്റ് ഖാൻ. അതിനു പകരം ഏറ്റവും ഇളയ മകൻ്റെ കൊച്ചുമക്കൾ താനാണ് ഇനി ഗ്രേറ്റ് ഖാൻ എന്ന നിലയിൽ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അപ്പോൾ അത് വലിയ സംഘർഷത്തിനെയും രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും കാരണമായി മാറി. ഇവിടെ മുതൽ മംഗോളിൻ്റെ ചരിത്രം മാറുകയാണ്. ഐക്യത്തിലൂടെയും യുദ്ധതന്ത്രങ്ങളിലൂടെയും രാഷ്ട്രതന്ത്രങ്ങളിലൂടെയും ഒക്കെ ചെങ്കിസ് ഖാൻ കെട്ടിപ്പടുത്ത മഹത്തായ സാമ്രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ലാൻഡ് ബേസ്ഡ് സാമ്രാജ്യം, അദ്ദേഹം തന്നെ സ്വന്തം മക്കൾക്ക് വിഭജിച്ചു കൊടുത്ത അതിരുകൾക്കനുസരിച്ച് മാനസികമായും ഭിന്നിക്കാൻ തുടങ്ങി. ഏറ്റവും ഇളയ മകനായിരുന്ന തുലോയിയുടെ മക്കളിൽ ഒരാളായ കുബ്ലായ് ഖാൻ ചൈനയിൽ യുവാൻ രാജവംശം എന്ന രാജവംശം സ്ഥാപിച്ച് തൻ്റെ സമ്പന്നമായ സ്ഥിരവാസ പ്രദേശങ്ങൾ ഭരിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്വയം ദ ഗ്രേറ്റ് ഖാൻ എന്ന് വിളിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ മറ്റ് സഹോദരന്മാരോ ആരും അംഗീകരിച്ചുമില്ല ഗ്രേറ്റ് ഖാനായിട്ട്. ക്രമേണ അദ്ദേഹം ചൈനീസ് ആചാരങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായിരുന്ന സനാഡു ആണ് ഇംഗ്ലീഷ് കവിയായിരുന്ന T.S. കോളറിഡ്ജിൻ്റെ കുബ്ലായ് ഖാൻ എന്ന കവിതയ്ക്ക് ആധാരമായി മാറിയത്. പിന്നീട് പടിഞ്ഞാറുള്ള ഗോൾഡൻ ഹോർഡ്, പേർഷ്യയിലെ ഇൽ ഖാനേറ്റ് ഒക്കെ പ്രായോഗികമായി സ്വതന്ത്ര രാജ്യങ്ങളായി മാറുകയും പരസ്പരം ശത്രുക്കളാകുകയും ചെയ്തു. പ്രദേശങ്ങൾക്കും സ്വാധീനത്തിനും ഒക്കെ വേണ്ടി പരസ്പരം ഇവർ പോരടിക്കുകയായിരുന്നു.
ഇതിൽ ചഗടായ് ഖാൻ്റെ പിൻതലമുറക്കാരിൽ ഒരു ആളാണ് അതുവരെ ബുദ്ധിസ്റ്റായിരുന്ന മംഗോൾ സാമ്രാജ്യത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് പതിയെ ചേക്കേറുന്നത്. അവരുടെ പിൻതലമുറക്കാരായാണ് തൈമൂറൊക്കെ വരുന്നത്. ഈ തൈമൂറിൻ്റെ പിൻതലമുറക്കാരായാണ് മുഗളന്മാരുടെ സ്ഥാപകനായ ബാബർ വരുന്നത്. ബാബർ പിന്നീട് ഇന്ത്യയിൽ വരികയും മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. മുഗൾ എന്ന വാക്ക് തന്നെ മംഗോൾ എന്ന വാക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഐക്യമുള്ള ഒരു മംഗോൾ ലോക സാമ്രാജ്യം എന്ന ചെങ്കിസ് ഖാൻ്റെ സ്വപ്നം ഇതോടെ പതിയെ മങ്ങിത്തുടങ്ങിയായിരുന്നു. ഈ മഹത്തായ വിഭജനത്തെ ചരിത്രകാരന്മാർ വിളിക്കുന്നത് ദ ഗ്രേറ്റ് ഡിവൈഡ് എന്നാണ്. മഹത്തായ വിഭജനം. ഒരു കാലത്ത് ഒറ്റപ്പെട്ട ഏറ്റവും ശക്തമായിരുന്ന ഒരു നദിയായിരുന്ന മംഗോൾ സാമ്രാജ്യം ഇപ്പോഴും ശക്തിയുള്ളത്, എന്നാൽ വേറിട്ട 4 അരുവികളായി പിരിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ചെങ്കിസ് ഖാൻ്റെ പാരമ്പര്യം ഒറ്റ സാമ്രാജ്യമായി മാത്രമല്ല, മറിച്ച് 4 സാമ്രാജ്യങ്ങളായി മാറി വ്യത്യസ്ത വഴികളിലൂടെ ഒഴുകാൻ തുടങ്ങി. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എന്നാലും പറയട്ടെ, എങ്കിലും ചിതറിപ്പോയെങ്കിലും ആ ശക്തമാം രാജ്യവീഥികളിലൂടെ ചെങ്കിസ് ഖാൻ്റെ പൈതൃകം ഒഴുകി പരന്നുകൊണ്ടേയിരിക്കും. ഓരോന്നുമേ തൻ്റേതായ അനന്യമാം ആഴമേറിയ വഴികളിൽ ഈ ലോകചരിതത്തെ മെനഞ്ഞെടുത്തുകൊണ്ടേയിരിക്കും. ഇനിയും വരുന്ന തലമുറകൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും, ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കും. താങ്ക് യു വെരി മച്ച്.